എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Knight of Wands, Magician energy, Page of Swords, Emperor, Four of Cups, Seven of Cups energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. ഈ വരുന്ന ജനുവരി മാസം നിങ്ങളെ സംബന്ധിച്ച് ഒത്തിരി നേട്ടങ്ങളുടെ സമയമാണ്. നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നേടുന്നു, പക്ഷെ അതെല്ലാം നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെയും കഠിന അധ്വാനത്തിൻ്റെയും ഫലമാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മഫലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു, എന്തിനൊക്കെ വേണ്ടിയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു ജനുവരി മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് നമ്മൾ പലരിലും ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ ജോലിയോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ആത്മാർത്ഥമായിട്ടുള്ള സ്വഭാവം, ഇതൊക്കെ നിങ്ങളുടെ മേലധികാരികൾ കണ്ടറിയുന്നു. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നിങ്ങളൊരു ജോലിയിൽ നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ, അല്ല നിങ്ങളൊരു ബിസിനസ്സാണ് എങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ക്ലയൻറ്റിനോടുള്ള നിങ്ങളുടെ പെരുമാറ്റവും രീതികളും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസ് വഴി അറിയുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, അതായത് മറ്റൊരാൾ വഴി മൗത്ത് ടു മൗത്ത് ആ ഒരു ആളുകൾ അറിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല പേര് കേൾപ്പിക്കുന്നത് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് വളരെയധികം സഹായകരം. നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ വളരെ പ്രൊഫഷണലാണ് എന്നുള്ളൊരു കേൾക്കാനായിട്ടുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഒരു മാറ്റം കാണിക്കുന്നുണ്ട്, ചേഞ്ച് ഓഫ് റെസിഡൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ജോലിയിലുള്ള നിങ്ങൾക്ക് പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ കാണിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം നിങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് മാറി മറ്റൊരിടത്തേക്ക് മാറി പോകുന്നുണ്ട്. അപ്പോൾ അത് പ്രമോഷനോട് കൂടിയിട്ടുള്ള ട്രാൻസ്ഫർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെയധികം തൃപ്തി തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല പല ആനുകൂല്യങ്ങളും ജോലിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ വീട് അല്ലെങ്കിൽ വാഹനങ്ങളോ മൊബൈൽ ഫോൺ മറ്റു തരത്തിലുള്ള ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു. മെജീഷ്യൻ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്, കുറച്ചധികം നാളായിട്ട് നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത്, അത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ തന്നെ ഒരു പുതിയ തുടക്കമാണ്, പുതിയ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നു, പുതിയ ചോയ്സസ് ലൈഫിൽ വരുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പുതിയ റിലേഷൻഷിപ്പ് ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത്, നിങ്ങളുടെ അറിവുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ ചെയ്തിരുന്ന ജോലി നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജ്ഞാനം, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളും നിങ്ങൾ പക്വതയോടുകൂടി ചെയ്യുന്നു. ഒന്നും ധൃതി പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയിട്ട് നിൽക്കുന്നു. റഷ് ചെയ്ത് ധൃതി പിടിച്ചൊന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല, മറിച്ച് സമയമെടുത്ത് ആലോചിച്ചാണ് തീരുമാനങ്ങൾ. കാരണം ഇവിടെ ഈ ഒരു സമയത്ത് എന്ത് കാര്യം ചെയ്യാനും, ഇപ്പോൾ ജോലിയാണെങ്കിൽ നിങ്ങളൊരു സ്ഥലം വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ പോകുന്ന സിറ്റുവേഷനുണ്ട്. ആളുകൾ നിങ്ങളെ റഷ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിലയ്ക്ക് ഇതിവിടെ കിട്ടില്ല ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചാലേ കാര്യമുള്ളൂ, ഇപ്പോൾ വേറൊരാൾ ഇത് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടാവും പല കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഓക്കെ, എന്നാൽ പെട്ടെന്ന് കയറി വാങ്ങിച്ചേക്കാം അവർ വാങ്ങിക്കുന്നതിന് മുമ്പ്, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, പക്ഷേ അതിലൊന്നും വീഴാതെ നിങ്ങൾ വളരെ പക്വതയോട് കൂടിയിട്ട് വളരെയധികം ഇൻ്റലിജൻ്റായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പല ചതിക്കുഴികളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്.
അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. എക്സ്പെരിമെൻറ്റേഷൻ ലൈഫിൽ ഒത്തിരി ഇനി മുന്നോട്ടേക്ക് പോകാൻ ഒത്തിരി സമയമുണ്ട്. ഇപ്പോഴാണ് നിങ്ങളുടെ എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള ഫേസ് എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ പുതിയ പല കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പല 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 കാര്യങ്ങളിലും നിങ്ങൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നു. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതശൈലിയിൽ ജീവിതചര്യകളിൽ തന്നെ മാറ്റം വരുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്ന സമയം, രാത്രി കിടക്കുന്ന സമയം, പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ്, ഇപ്പോൾ എഴുന്നേറ്റ് പാടെ ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ ആ ഒരു പരിപാടി നിർത്തി രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നതിലേക്കും അങ്ങനെ പല കാര്യങ്ങളിലേക്കൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതേപോലെ തന്നെ ഹെൽത്ത് നോക്കുന്നത്, അതായത് ഭക്ഷണ ക്രമീകരണം. ഇപ്പോൾ ജങ്ക് ഫുഡ് ഒത്തിരി വലിച്ചു വാരി കഴിക്കുന്ന ഒരാളിൽ നിന്ന് കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കുക, അധികം ജങ്ക് ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അധികം ഓയിലി ഫുഡ് കാര്യങ്ങൾ കഴിക്കാതെ ആ ഒരു രീതിയിലേക്ക് വരുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ വർക്ക് എക്സ്പെരിമെൻറ്റേഷൻ കാണിക്കുന്നു. ഇപ്പോൾ ചിലപ്പോൾ ജോലി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ്സിലേക്ക് കയറുന്നു, അതുപോലുള്ള കാര്യങ്ങളിൽ മുന്നേറാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ചില ആളുകൾ ലിറ്ററലി റിസർച്ചിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് PhD കാര്യങ്ങൾ ഡോക്ടറേറ്റ് എടുക്കുന്നതും ആയിരിക്കാം. ആ ഒരു ഇതിലേക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന, സ്വയം റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റ് ആ ഒരു ലെവലിലേക്ക് മാറുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ഇനിയും ലൈഫൊന്നും തീർന്നിട്ടില്ല എന്ന് പുതിയ കാര്യങ്ങൾ ശ്രമിക്കാനോ അറിയാനോ ഒക്കെ നോക്കുന്ന സിറ്റുവേഷനാണ്. എംബ്രർ എനർജിയാണ്. അപ്പം വീട്ടമ്മമാരാണെങ്കിലും പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ഇതുവരെ എനിക്ക് പ്രായമായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ വീട്ടമ്മമാരെ എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്ന അതിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു നിങ്ങളുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ സംരംഭം തുടങ്ങുന്ന, അല്ലെങ്കിൽ സ്വയം പല കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും അതിനു വേണ്ടിയിട്ട് ഇതുവരെ ഒന്നും ശ്രമിച്ചിട്ടുണ്ടാവില്ല, സാഹചര്യവശാൽ പല കാരണങ്ങൾ കൊണ്ടിട്ട് പറ്റിയിട്ടുണ്ടാവാത്ത ആളുകളും ഇനിയും അതിന് സമയം ബാക്കിയുണ്ട് ലൈഫിൽ, ഇനി ഒത്തിരി കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ചിന്തയിലേക്ക് കടക്കുന്നതായിട്ടുള്ളൊരു സൂചനയും ഇവിടെ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു ചിന്തയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ ഒരു ചിന്ത ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പലതും നിങ്ങൾ ചെയ്യുകയും ശ്രമിക്കുകയും നേടിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആലോചിച്ചിരിക്കാതെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഓവർ തിങ്കിങ് നല്ലതല്ല എന്നുള്ളതാണ്. 4 of Cups എനർജിയാണ്. ഒത്തിരി ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഒരു കാര്യം ചോദിക്കണമെങ്കിൽ, അറിയണമെങ്കിൽ, പറയണമെങ്കിൽ ഒരാളില്ല, എന്നെ കേൾക്കാൻ ഒരാളില്ല, ഈ ചിന്തകളിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. ചില ആളുകളെ സംബന്ധിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും കേൾക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സൗഹൃദങ്ങൾ കുടുംബത്തിലുള്ളവരോ വീട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലുപരി നിങ്ങൾ സ്വയം പലപ്പോഴും സപ്പോർട്ടിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരുന്നിരിക്കാം. അപ്പോൾ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നു, അപ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുന്നു, മറ്റുള്ളവരോട് തുറന്ന് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് അവർ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ പലപ്പോഴായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടായിരിക്കും മറ്റുള്ളവർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഇമോഷണലി മെൻ്റലി വളരെ സന്തുഷ്ടരാണ്, സാറ്റിസ്ഫൈഡ് ആണ്, കാരണം നിങ്ങളെ കേൾക്കാൻ ആളുകളുണ്ട് എന്നുള്ളത്. അതേപോലെ 7 of Cups ആണ്, എനർജിയാണ്. ഒത്തിരി അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയായാലും ബന്ധങ്ങളിലാണ്, കാരണം നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ പുതിയ ഐഡിയാസൊക്കെ പിച്ച് ചെയ്യുന്നത്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയ ഐഡിയാസ് പിച്ച് ചെയ്യുന്നു. ബിസിനസ് സംബന്ധിച്ച് ഗ്രാൻഡ് ഫണ്ടിങ് ഒക്കെ ലഭിക്കുന്നുണ്ട്, വിദേശത്തു നിന്നൊക്കെ ഫണ്ടിങ് ലഭിക്കുന്ന എനർജി. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വരുന്ന സമയമാണ്. കാരണം മറ്റുള്ളവരൊക്കെ ചിന്തിക്കുന്ന ഒരേ ലെവലിൽ നിങ്ങൾ അവരിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും, അതിന് വ്യത്യസ്തതയ്ക്കാണല്ലോ എപ്പോഴും മാർക്കറ്റ്, ആ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും അതേ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകൾ ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പഠിക്കുന്ന ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരികയും
നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്, സൈഡായിട്ട് ബിസിനസ് ചെയ്യുന്നു പഠിത്തത്തോടൊപ്പം എന്നുള്ളൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.